53 വർഷങ്ങൾക്ക് ശേഷം ചന്ദ്രനിലേക്കുള്ള മനുഷ്യദൗത്യം ആർട്ടമിസ് 2 പുരോഗമിക്കുമ്പോൾ ഉയരുന്ന ചില സ്വാഭാവിക സംശയങ്ങളുണ്ട്. 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ടെക്നോളജി ഇത്രയൊന്നും വികസിക്കാത്ത കാലത്ത് ചന്ദ്രനിൽ പോയി വന്ന നാസ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയധികം സ്ട്രഗിൾ ചെയ്യുന്നത്? ചാന്ദ്രയാത്രയിൽ വലിയ അനുഭവ സമ്പത്തും സാങ്കേതിക വിദ്യകളും എല്ലാം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സ്വായത്തമാക്കിയ അവർക്ക് ഈ ആധുനിക യുഗത്തിൽ നിസ്സാരമായി ചെയ്യാവുന്നതല്ലേയുള്ളൂ ഇത്? പിന്നെ എന്തിനാണ് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പും ആവർത്തിച്ചുള്ള ട്രയലുകളും മാറ്റിവെക്കലുകളും എല്ലാം നടത്തുന്നത്? ന്യായമായ സംശയമാണ്. നമുക്കിന്ന് ഈ 2 പദ്ധതികൾ, അപ്പോളോ, ആർട്ടമിസ്, അവയുടെ വിശദാംശങ്ങളും വ്യത്യാസങ്ങളും ചർച്ച ചെയ്താലോ? സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പല താല്പര്യങ്ങളും മനസ്സിൽ വെച്ച് സത്യത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സംശയാലുക്കളെ ബോധ്യപ്പെടുത്താനല്ല. അങ്ങനെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ ശ്രമിക്കുന്നത് വെറുതെയാണ്. ഇത് യഥാർത്ഥ ശാസ്ത്ര കുതുകികൾക്കും വിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയാണ്. എന്നാൽ തുടങ്ങാം. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കിക്കൊള്ളട്ടെ. എൻ്റെ ചില വീഡിയോകളിൽ ഞാൻ ചില പ്രമോഷനുകൾ പറയാറുണ്ട്. ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പ്രിയപ്പെട്ട പലരും ചോദിക്കാറുമുണ്ട്. കൂട്ടുകാരെ, ഒരുപാട് സമയവും അധ്വാനവും ചെലവഴിച്ചാണ് ഓരോ വീഡിയോയും ചെയ്യുന്നത്. സയൻസ് വിഷയങ്ങളായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പൂർണ്ണമായും സൗജന്യമായാണ് നൽകുന്നതും. അപ്പോൾ ഇവിടെ എൻ്റെ സമയത്തിനും അധ്വാനത്തിനും അനുസരിച്ചുള്ള പ്രതിഫലം ലഭിച്ചില്ലെങ്കിൽ ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതിനുവേണ്ടിയാണ് ഇടയ്ക്ക് മാത്രം ഏതാനും മിനിറ്റുകൾ മാത്രമുള്ള പ്രൊമോഷനുകൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കി സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ശരി, നമുക്ക് വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം. എങ്ങനെയായിരുന്നു 50 വർഷം മുമ്പുള്ള അപ്പോളോ മിഷൻ എന്ന് ആദ്യം നോക്കാം. അപ്പോളോ പേടകം 3 ഭാഗങ്ങളാണ്. 3 യാത്രികർ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന കമാൻഡ് മൊഡ്യൂൾ, ഓക്സിജൻ, പവർ, കമ്മ്യൂണിക്കേഷൻ, പ്രൊപ്പൽഷൻ സംവിധാനങ്ങളെല്ലാമുള്ള ഒരു വലിയ ഡ്രം ആകൃതിയിലുള്ള സർവീസ് മൊഡ്യൂൾ, ഒരു 8 രൂപമുള്ള ചന്ദ്രനിലേക്ക് ഇറങ്ങാനും തിരിച്ചു വരാനുമുള്ള ലൂണാർ മൊഡ്യൂൾ. ഇവയെല്ലാം കൂടി 40 ടണ്ണാണ് ഭാരം. ഇത്ര വലിയ ഭാരം ട്രാൻസ്ലൂണാർ ഓർബിറ്റ്, അതായത് ചന്ദ്രനിലേക്കുള്ള പാതയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ അതിനനുസരിച്ചുള്ള പവർഫുള്ളായ റോക്കറ്റും ആവശ്യമാണ്. അങ്ങനെ ഇന്നേ വരെ നിർമ്മിച്ചതിലേക്ക് വെച്ച് ഏറ്റവും വലിയ റോക്കറ്റുകളിലൊന്ന് സാറ്റേൺ 5 അക്കാലത്ത് നാസ വിജയകരമായി ഉണ്ടാക്കിയിടത്താണ് അപ്പോളോ പദ്ധതി വിജയിച്ചത്. 3 ഭാഗങ്ങളടങ്ങിയ ഈ കൂറ്റൻ പേടകം വിക്ഷേപിച്ച് ട്രാൻസ്ലൂണാർ ഓർബിറ്റിൽ കടന്നു കഴിഞ്ഞാൽ 3 ദിവസമെടുത്താണ് ചന്ദ്രൻ്റെ സമീപം എത്തുന്നത്. ചന്ദ്രൻ്റെ ഓർബിറ്റിൽ കടന്നു കഴിഞ്ഞ് 2 ഗഗനചാരികൾ ലൂണാർ മൊഡ്യൂളിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം ലൂണാർ മൊഡ്യൂൾ അതിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങും. ചന്ദ്രനിൽ വായുവോ അന്തരീക്ഷമോ ഇല്ലാത്തതിനാൽ പാരച്യൂട്ട് ഉപയോഗിക്കാനാവില്ല. അതുകൊണ്ട് താഴേക്ക് എഞ്ചിനിൽ നിന്നുള്ള ബലം കൊടുത്ത് സാവധാനമാണ് ഇറങ്ങുന്നത്, നമ്മൾ പടികൾ ഇറങ്ങുന്നത് പോലെ. അങ്ങനെ ലൂണാർ സർഫസിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ് യാത്രികർ ഗോവണി വഴി ചന്ദ്രൻ്റെ മണ്ണിലേക്ക് ഇറങ്ങും. സാമ്പിളുകൾ കളക്ട് ചെയ്യും, അവരുടെ പതാക സ്ഥാപിക്കും, അത്യാവശ്യം വേണ്ട ഉപകരണങ്ങൾ സ്ഥാപിക്കും, ഫോട്ടോകൾ എടുക്കും. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ച് തിരികെ പേടകത്തിൽ കയറും. ഈ സമയമൊക്കെ 3ാമത്തെ ഗഗനചാരി പ്രധാന പേടകത്തിൽ ചന്ദ്രനെ ചുറ്റുകയാണ്. കുറച്ച് സമയം ഉറക്കം, വിശ്രമമൊക്കെ കഴിഞ്ഞ് അവർ മടക്കയാത്ര ആരംഭിക്കും. ലൂണാർ മൊഡ്യൂളിൻ്റെ മുകൾ ഭാഗത്തെ യാത്രികരും സാമ്പിളുകളുമുള്ള ക്യാപ്സുൾ അതിലെ എൻജിൻ പ്രവർത്തിപ്പിച്ച് മുകളിലേക്ക് ഉയരും. ചന്ദ്രനിലെ ഗുരുത്വബലം തീരെ കുറവായതിനാലും അവിടെ വായുവിൻ്റെ പ്രതിരോധം ഇല്ലാത്തതുകൊണ്ടും ഒരു പേടകം ലോഞ്ച് ചെയ്യാൻ ഭൂമിയിലെ പോലെ വലിയ സംവിധാനങ്ങളോ ഊർജ്ജമോ ആവശ്യമില്ല. പേടകത്തിൽ കരുതിയിരിക്കുന്ന എഞ്ചിൻ്റെ ബലം കൊണ്ട് തന്നെ അത് മുകളിലേക്ക് ഉയർന്ന് മുകളിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പ്രധാന പേടകവുമായി ഡോക്ക് ചെയ്ത് യാത്രികർ പ്രധാന പേടകത്തിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം ലൂണാർ മൊഡ്യൂൾ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ തന്നെ ഉപേക്ഷിക്കും. അതിനുശേഷം സർവീസ് മൊഡ്യൂളിലെ പവർഫുള്ളായിട്ടുള്ള എഞ്ചിൻ പ്രവർത്തിപ്പിച്ച് ചന്ദ്രൻ്റെ ആകർഷണ ബലത്തിൽ നിന്ന് പുറത്തു കടന്ന് ഭൂമിയിലേക്ക് തിരിക്കും. വീണ്ടും 3 ദിവസം കഴിഞ്ഞ് ഭൂമിയുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ പ്രധാന പേടകത്തിലെ സർവീസ് മൊഡ്യൂൾ ഉപേക്ഷിക്കും.
യാത്രികർ ഇരിക്കുന്ന ആ ത്രികോണാകൃതിയിലുള്ള കമാൻഡ് മൊഡ്യൂൾ മാത്രമേ ഭൂമിയിലേക്ക് മടങ്ങുകയുള്ളൂ. അങ്ങനെ നിർദ്ദിഷ്ട സമയത്ത് യാത്രികരെയും കൊണ്ട് കമാൻഡ് മൊഡ്യൂൾ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ വായു തന്മാത്രകളുമായി ഉരഞ്ഞ് പേടകം ഭീകരമായി ചൂടായി ഒരു തീഗോളമായി മാറും. പക്ഷേ പേടകത്തിന് തെർമൽ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് യാത്രികർക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെ നിശ്ചിത ഉയരത്തിലെത്തിയാൽ പേടകത്തിൽ നേരത്തെ കരുതിയിട്ടുള്ള പാരച്യൂട്ടുകൾ വിടർന്ന് പേടകം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് സാവധാനം സ്പ്ലാഷ് ഡൗൺ ചെയ്യും. ഹെലികോപ്റ്ററുകൾ യാത്രികരെ കയറ്റി രക്ഷപ്പെടുത്തും. പിന്നീട് അവർക്ക് 15 ദിവസം ക്വാറന്റൈനാണ്. ഇത്രയും ദിവസം ബഹിരാകാശത്തെ ഭാരമില്ലായ്മയിൽ ചെലവഴിച്ചതിന് ശേഷം പെട്ടെന്ന് മടങ്ങുമ്പോഴുള്ള അസ്വസ്ഥതകളിൽ നിന്ന് ശരിയാകാനുള്ള സമയമാണിത്. ഇങ്ങനെയാണ് അപ്പോളോ 11 മുതൽ 17 വരെയുള്ള ദൗത്യങ്ങളിൽ 12 പേർ ചന്ദ്രനിൽ പോയി വന്നത്. ഇതിൽ അപ്പോളോ 13 മാത്രം ദൗത്യം പൂർത്തിയാക്കിയില്ല. വഴിയിൽ ചന്ദ്രന് സമീപത്തെത്തിയപ്പോൾ സർവീസ് മൊഡ്യൂളിലെ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ച് മരണത്തിൻ്റെ വക്കിലെത്തിയ അവർ അതിസാഹസികമായി തിരികെ എത്തിയത് ബഹിരാകാശ ചരിത്രത്തിലെ ഒരു ഇതിഹാസമാണ്. പ്രാണൻ കയ്യിലെടുത്തുള്ള ആ അതിജീവനത്തിൻ്റെ ദിനങ്ങളിലും ഭൂമിയിൽ നിന്ന് ഏറ്റവും അധികം ദൂരം പോയ മനുഷ്യർ എന്ന റെക്കോർഡ് സൃഷ്ടിച്ചാണ് അവർ മടങ്ങിയത്. ആ റെക്കോർഡ് ഭേദിച്ചത് ഈ ആർട്ടമിസ് 2 ആണ്. മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ ബഹിരാകാശ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കുക എന്നതിനപ്പുറം ഒരു ദീർഘകാല ലക്ഷ്യവും അപ്പോളോ പദ്ധതികൾക്കുണ്ടായിരുന്നില്ല. 1962 മുതൽ അമേരിക്കയുടെ സർവ്വവിഭവശേഷിയും ഉപയോഗിച്ച് തൽക്കാലത്തെ ഈ ലക്ഷ്യത്തിനു വേണ്ടി അതിവേഗം വികസിപ്പിച്ച ടെക്നോളജികളാണ് ഇവിടെ ഉപയോഗിച്ചത്. അവയെല്ലാം അപ്പോളോ പ്രോഗ്രാമിന് വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അന്ന് വികസിപ്പിച്ച സാറ്റേൺ 5 എന്ന കൂറ്റൻ റോക്കറ്റ് പോലും അപ്പോളോ വിക്ഷേപണങ്ങൾക്കല്ലാതെ അധികം ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുകയായിരുന്നു. അവർക്കൊരു ദീർഘകാല ലക്ഷ്യം വന്നുണ്ടായിരുന്നുവെങ്കിൽ, അതിനനുസരിച്ചുള്ള ടെക്നോളജികൾ വികസിപ്പിച്ചിരുന്നുവെങ്കിൽ, വർഷത്തിൽ 1 എന്ന രീതിയിലെങ്കിലും ലൂണാർ മിഷനുകൾ തുടർന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലൊക്കെ പോയി വരുന്നത് പോലെ ചന്ദ്രനിൽ പോയി വരാൻ കഴിയുമായിരുന്നു. പക്ഷേ 1973 ശേഷം നാസ ചന്ദ്രനെ ഉപേക്ഷിച്ചു എന്നതാണ് സത്യം. പതിറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ സ്പേസ് ടെക്നോളജികൾ അടിമുടി മാറി. പഴയ അവസ്ഥയിൽ നിന്ന് ലോകം ഡിജിറ്റൽ ഇൻ്റർനെറ്റ് AI യുഗത്തിലേക്ക് മാറിയപ്പോൾ ഒരു ഗോളാന്തര ദൗത്യത്തിൻ്റെ വ്യാകരണം അടിമുടി മാറി. കാലക്രമേണ ഉണ്ടാകേണ്ട ഡെവലപ്മെൻറ്റ് വരാത്തതുകൊണ്ട് ചാന്ദ്രയാത്ര വീണ്ടും 0 നിന്ന് തുടങ്ങേണ്ടി വന്നു. അതാണിപ്പോൾ ആർട്ടമിസിൽ എത്തി നിൽക്കുന്നത്. ഇവിടെ വലിയൊരു സന്ദേശമുണ്ട്. ദീർഘകാല ലക്ഷ്യമില്ലാതെ വെറും മത്സരത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നും ശാശ്വതമല്ല, അത് നിലനിൽക്കുകയുമില്ല. എന്ത് കാര്യത്തിനും ദീർഘകാല ലക്ഷ്യം ഉണ്ടാകണം. അത് ടെക്നോളജി ആയാലും ശരി, മനുഷ്യജീവിതമായാലും ശരി. ആർട്ടമിസ് ദൗത്യം ഒരു വാശിപ്പുറത്തും മത്സരത്തിൻ്റെയും ഭാഗമായുള്ളതല്ല. ചന്ദ്രനിൽ ഒരു സ്ഥിരം താവളം ഒരുക്കുക, ചന്ദ്രനിലെ ഹീലിയം 3 പോലുള്ള അമൂല്യ ധാതുക്കൾ ഉപയോഗിക്കുക, ഭാവിയിൽ നടക്കുന്ന ഗ്രഹാന്തര ദൗത്യങ്ങളിൽ ചന്ദ്രനെ ഒരു ഇടത്താവളമായി മാറ്റുക എന്ന വലിയ ലക്ഷ്യങ്ങളാണ് ഇവിടെയുള്ളത്. സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള വലിയ തയ്യാറെടുപ്പുകളും ആവശ്യമാണ്. ഇവിടെയും ഏറ്റവും പ്രധാനം 27 ടൺ ഭാരമുള്ള ആർട്ടമിസ് പേടകത്തെ ട്രാൻസ്ലൂണാർ ഓർബിറ്റിലേക്ക് ഡയറക്റ്റ്ലി ഇഞ്ചക്റ്റ് ചെയ്യുന്ന റോക്കറ്റാണ്. പൊതുവെ വലിയ റോക്കറ്റുകൾക്ക് 3 ഘട്ടങ്ങളുണ്ടാകും. എന്നാൽ ആർട്ടമിസ് ദൗത്യത്തിന് വേണ്ടി നിർമ്മിച്ച SLS സ്പേസ് ലോഞ്ച് സിസ്റ്റം, ആ റോക്കറ്റിന് 2 ഘട്ടങ്ങളാണുള്ളത്. ഇതിലെ ഒന്നാമത്തെ ഘട്ടം 2 കൂറ്റൻ സോളിഡ് ഫ്യൂവൽ ബൂസ്റ്റർ റോക്കറ്റുകളും ഓറഞ്ച് നിറത്തിലുള്ള ഒരു വലിയ 4 ക്രയോജനിക് എഞ്ചിൻ അടങ്ങിയ ഒരു ഭാഗവുമാണ്. നാസ 2011 പ്രവർത്തനം അവസാനിപ്പിച്ച സ്പേസ് ഷട്ടിലിൽ നിന്നും ഡിറൈവ് ചെയ്തതാണിത്. ഈ ഓറഞ്ച് നിറത്തിലുള്ള ടാങ്ക്, 2 ബൂസ്റ്റർ റോക്കറ്റ്, ഇതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു വിമാനം, ആ ഷേപ്പായിരുന്നല്ലോ സ്പേസ് ഷട്ടിലിന്. അതിൽ എഞ്ചിനുകൾ ഷട്ടിലിന് പിന്നിലായിരുന്നുവെങ്കിൽ ഇവിടെ ആ എഞ്ചിനുകൾ 4 എണ്ണവും കമ്പസ്റ്റൻ ചേമ്പറും ഈ ഓറഞ്ച് ടാങ്കിന് താഴെ ഘടിപ്പിച്ചു. അങ്ങനെ അതൊരു സമ്പൂർണ്ണ റോക്കറ്റാക്കി മാറ്റി. കാലങ്ങളോളം സ്പേസ് ഷട്ടിലുകൾക്ക് കരുത്തു പകർന്ന ലോകത്തിലെ ഏറ്റവും മികച്ച 4 RS-25 ക്രയോജനിക് എഞ്ചിനുകളാണ് ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ഹൈഡ്രജനും ലിക്വിഡ് ഓക്സിജനും അടങ്ങുന്നതാണ് ഇന്ധന സംവിധാനം.
രണ്ടാം ഘട്ടത്തിലുള്ളതും RL-10 എന്ന ഒരു ക്രയോജനിക് എഞ്ചിനാണ്. അങ്ങനെ 5 ക്രയോജനിക് എഞ്ചിനുകളും ഖര ഇന്ധനം ഉപയോഗിക്കുന്ന 2 ബൂസ്റ്റർ റോക്കറ്റുകളും ചേർന്നതാണ് ഈ റോക്കറ്റ്. സാറ്റേൺ 5 ശേഷം നാസ നിർമ്മിച്ച ഈ കൂറ്റൻ റോക്കറ്റിന് ഏതാണ്ട് അത്രയും തന്നെ ഉയരവും കരുത്തുമുണ്ട്. പക്ഷേ എല്ലാ ടെക്നോളജിയും എഞ്ചിനുകളും എല്ലാം അടിമുടി വ്യത്യസ്തമാണ്. യാത്രികർ ചന്ദ്രനിലേക്ക് പോകുന്ന ഓറിയോൺ പേടകത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. മനുഷ്യർ കൂടുതൽ സമയം ചെലവഴിക്കുകയും യാത്രയുടെ നിയന്ത്രണവും എല്ലാമുള്ള കമാൻഡ് മൊഡ്യൂൾ. ഇത് നിർമ്മിക്കുന്നത് അമേരിക്കയിലെ പ്രമുഖ എയ്റോസ്പേസ് കമ്പനിയായ F-16, F-35 യുദ്ധവിമാനങ്ങളൊക്കെ നിർമ്മിച്ച ലോക്ക്ഹീഡ് മാർട്ടിൻ ആണ്. യാത്രയ്ക്ക് ആവശ്യമായ ഓക്സിജൻ, ഭക്ഷണം, ഇന്ധന സംവിധാനം, വൈദ്യുതി ഉണ്ടാക്കൽ, ടോയ്ലറ്റ്, സോളാർ പാനലുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എല്ലാമുള്ള ESM അഥവാ യൂറോപ്യൻ സർവീസ് മൊഡ്യൂൾ. അതെന്താ അങ്ങനെ? അതേ കൂട്ടുകാരെ, ആർട്ടമിസ് പദ്ധതി നാസയുടെ സ്വന്തം മാത്രമല്ല. ഇപ്പറഞ്ഞ സർവീസ് മൊഡ്യൂൾ നിർമ്മിക്കുന്നത് യൂറോപ്പിലെ പ്രമുഖ എയ്റോസ്പേസ് കമ്പനിയായ ഫ്രാൻസിലെ എയർബസ് ആണ്. അതുകൊണ്ടാണ് ഈ മൊഡ്യൂളിന് യൂറോപ്യൻ സർവീസ് മൊഡ്യൂൾ എന്ന പേരിട്ടിരിക്കുന്നത്. 2022 4 മനുഷ്യർക്ക് സഞ്ചരിക്കാവുന്ന ഇതേ പേടകം യാത്രക്കാരില്ലാതെ വിക്ഷേപിച്ചിരുന്നു. ആ പേടകം ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തി അവിടെ കുറച്ച് പ്രദക്ഷിണം വെച്ച് ഇതേപോലെ തന്നെ ഇതേ ട്രാജക്ടറിയിലൂടെ സുരക്ഷിതമായി ഭൂമിയിൽ ലാൻഡ് ചെയ്തു. ഈ പരീക്ഷണ ഫലങ്ങളെല്ലാം പ്രതീക്ഷിച്ച പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്തു. അതായത് പേടകത്തിൻ്റെ പാതയിലുള്ള വ്യതിയാനങ്ങൾ, പ്രൊപ്പൽഷൻ, സമയം, അങ്ങനെ എല്ലാം കൃത്യമായി തന്നെ അച്ചീവ് ചെയ്തു. അങ്ങനെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. ഇതിൽ 4 യാത്രക്കാർ കയറിയ ഓറിയോൺ പേടകം ചന്ദ്രൻ്റെ സമീപത്തെത്തി വലം വെച്ച് തിരിച്ചു വരിക എന്നതാണ്. ചന്ദ്രനിൽ ലാൻഡ് ചെയ്യുക എന്നത് ഈ ദൗത്യത്തിൻ്റെ ഉദ്ദേശമല്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ലൂണാർ മൊഡ്യൂൾ ഇതിലില്ല. ഈ മിഷനിലും ധാരാളം കാര്യങ്ങളുടെ ട്രയൽ നടക്കുന്നുണ്ട്. അപ്പോളോ ദൗത്യങ്ങളും ഇങ്ങനെയായിരുന്നു. അപ്പോളോ 1 മുതൽ 10 വരെ ഓരോ കാര്യങ്ങളും പരീക്ഷിച്ച് അപ്പോളോ 8-ൽ 3 യാത്രികർ ചന്ദ്രനെ വലം വെച്ച് തിരിച്ചു വന്നു. ഈ യാത്രയിലാണ് ചന്ദ്രൻ്റെ ചക്രവാളത്തിൽ ഭൂമി ഉദിച്ചുയരുന്ന റൈസിംഗ് എർത്ത് എന്ന വിഖ്യാതമായ ഫോട്ടോ എടുത്തത്. അപ്പോളോ 9-ലും 10-ലുമായി ചന്ദ്രൻ്റെ സമീപം വരെ എത്തി മടങ്ങി. അങ്ങനെ എല്ലാം ഉറപ്പാക്കിയിട്ടാണ് അപ്പോളോ 11 ചന്ദ്രനിൽ ലാൻഡ് ചെയ്തത്. ആ ഡേറ്റയും അനുഭവങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അത്രയും ദൗത്യങ്ങളുടെ ആവശ്യമില്ല. ആദ്യം മനുഷ്യരില്ലാത്ത പേടകം ചന്ദ്രനെ ചുറ്റാനയച്ചു. ഇപ്പോൾ 4 മനുഷ്യരെ അയച്ചു. അടുത്തതിൽ, അതായത് ആർട്ടമിസ് 3-ലാണ് ശരിക്കും ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അത് അപ്പോളോയിലെ പോലെ അല്ല. അപ്പോളോയിൽ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാനുള്ള ലാൻഡർ ആദ്യത്തെ ലോഞ്ചിൽ തന്നെ ഒപ്പം കൊണ്ടുപോകുന്ന പേടകത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ആർട്ടമിസിൽ ലാൻഡർ എന്നത് സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പാണ്. സ്റ്റാർഷിപ്പ് പേടകം നേരത്തെ തന്നെ ചന്ദ്രൻ്റെ ഓർബിറ്റിലേക്ക് വിക്ഷേപിച്ച് അവിടെ ചന്ദ്രനെ ചുറ്റുന്നുണ്ടാകും. ആ സ്റ്റാർഷിപ്പുമായി അവിടെ വെച്ച് ഡോക്ക് ചെയ്ത് 4 പേരിൽ 2 പേർ സ്റ്റാർഷിപ്പിലേക്ക് കയറി ആ സ്റ്റാർഷിപ്പ് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ 2 യാത്രികരുമായി ഓറിയോൺ പേടകം ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരിക്കും. ചന്ദ്രനിലെ പരീക്ഷണ നിരീക്ഷണങ്ങളും ദൗത്യവുമൊക്കെ കഴിഞ്ഞ് സ്റ്റാർഷിപ്പിലെ റോക്കറ്റ് എഞ്ചിനുകൾ ഉപയോഗിച്ച് ചന്ദ്രനിൽ നിന്നും ഉയർന്ന് മുകളിൽ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്ന ഓറിയോൺ പേടകവുമായി ഡോക്ക് ചെയ്ത് യാത്രികർ തിരികെ കയറി ഭൂമിയിലേക്ക് മടങ്ങും. 3 ദിവസത്തിന് ശേഷം ഭൂമിയുടെ സമീപമെത്തുമ്പോൾ സർവീസ് മൊഡ്യൂൾ ഉപേക്ഷിച്ച് യാത്രികർ ഇരിക്കുന്ന ഭാഗം മാത്രം ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് പാരച്യൂട്ടുകൾ വിടർത്തി സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യും. സ്റ്റാർഷിപ്പ് ഉപേക്ഷിക്കാതെ അവിടെ തന്നെ തുടരും. അതിൽ ഇന്ധനം തീരുമ്പോൾ മറ്റൊരു സ്റ്റാർഷിപ്പിൽ അവിടേക്ക് ഇന്ധനം എത്തിക്കും. അങ്ങനെ അടുത്ത ദൗത്യത്തിനും ആ ലാൻഡർ ഉപയോഗിക്കാം. പിന്നീടുള്ള ദൗത്യങ്ങളാകുമ്പോഴേക്ക് ചന്ദ്രന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു സ്ഥിരം സ്റ്റേഷനാണ് ഉണ്ടാവുക. പിന്നീട് ചന്ദ്രനിലേക്ക് പോകുന്നവർ ആദ്യം ഈ സ്റ്റേഷനിലെത്തി അവിടെ നിന്നാകും ചന്ദ്രനിലേക്ക് ഇറങ്ങുകയും മടങ്ങുകയും ചെയ്യുക. അതായത് ചന്ദ്രനിലേക്കുള്ള ഒരു ഇടത്താവളം, ഒരു ഗേറ്റ് വേ. ഇങ്ങനെ പല തുടർച്ചയായ ദൗത്യങ്ങളിലൂടെ ചന്ദ്രനിൽ മനുഷ്യർക്ക് വസിക്കാവുന്ന ഒരു സ്ഥിരം സ്റ്റേഷൻ, ഒരു ഹാബിറ്റാറ്റ് 2035 ആകുമ്പോഴേക്ക് ഉണ്ടാക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ആർട്ടമിസ് ദൗത്യങ്ങൾക്കുള്ളത്.
അതായത് അപ്പോളോ ദൗത്യങ്ങളുടെ ലക്ഷ്യം അവിടെ ഇറങ്ങി മടങ്ങിയതോടെ അവസാനിച്ചെങ്കിൽ ആർട്ടമിസ് ദൗത്യങ്ങളുടെ ലക്ഷ്യങ്ങൾ നീണ്ട് കിടക്കുന്നത് ഭാവിയിലേക്ക് അനന്തമായിട്ടാണ്. തീർച്ചയായും അപ്പോളോ പദ്ധതികൾ മാനവരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഒരുപാട് സാങ്കേതിക മേഖലകളിൽ അപ്പോളോ പദ്ധതികൾ വലിയ സംഭാവന നൽകിയിട്ടുണ്ടെങ്കിലും ആ മഹാനേട്ടത്തിൻ്റെ ഗുണങ്ങൾ പൂർണ്ണമായി ലഭിച്ചിരുന്നില്ല. അത് സാധിക്കാൻ പോകുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. അങ്ങനെയൊന്നിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ തലമുറ ഭാഗ്യവാന്മാരാണ്. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.